Hi all, Anu this side. This is the third lecture of Class 10 Biology chapter, How do organisms reproduce? Second lecture la നമ്മൾ റീപ്രൊഡക്ഷൻ എന്താണ്, അതുപോലെ തന്നെ റീപ്രൊഡക്ഷനിലെ DNA കോപ്പിങ് എന്തിനാണ്, അതുപോലെ വേരിയേഷൻ എന്താണ്, വേരിയേഷൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊക്കെ പഠിച്ചു. ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് മോഡ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. റീപ്രൊഡക്ഷൻ തന്നെ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻവോൾവ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനും. ഇതിൽ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനിലെ ഫിഷനും ഫ്രാഗ്മെൻറ്റേഷനും റീജനറേഷനും ബഡ്ഡിങ്ങും നമ്മൾ ഈ ലെസണിൽ പഠിക്കും. As I have already said, we have two modes of reproduction. One is asexual mode of reproduction and the other one is sexual mode of reproduction. ഇവിടെ നമ്മൾ ആദ്യം asexual mode of reproduction പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഷനെ കുറിച്ച്. ഫിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഡിവൈഡ് ഇൻറ്റു എന്നാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽ ഡിവിഷൻ, അതിനെ തന്നെ ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാക്കാനായിട്ടുള്ള മെത്തേഡായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. യൂഷ്വലി നമ്മുടെ ലോവർ ലെവൽ ഓർഗാനിസംസ്, നമ്മുടെ ബാക്ടീരിയാസും യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആയിട്ടുള്ള ബാക്ടീരിയാസും പ്രോട്ടോസോവൻസും ഒക്കെ ഫോളോ ചെയ്യുന്നത് ഈ മെത്തേഡാണ്. വൺസ് മച്ചുറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ല് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ സെൽ ഡിവിഷൻ വഴി ഉണ്ടാകുന്ന രണ്ട് ഡോട്ടർ സെൽസ്, അതായത് നമുക്ക് പിന്നെ പേരൻറ്റ് സെൽ എന്ന് പറയുന്ന ഒരാളില്ല. ആ ഒരു പേരൻ്റ് സെല്ലിനകത്ത് ആദ്യം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, ദെൻ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, അതായത് സൈറ്റോകൈനസിസ് ആൻഡ് കാരിയോകൈനസിസ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സെൽസായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് രണ്ട് ചെറിയ ഡോട്ടർ സെൽസ് ഉണ്ടാവുക. അതായത് പേരൻറ്റ് സെല്ല് ആദ്യത്തെ ഉണ്ടായിരുന്ന പേരൻറ്റിൻ്റെ സെല്ലിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഡോട്ടർ സെൽസ് ചെറുതായിരിക്കും. ആൻഡ് അഗെയിൻ നമുക്ക് രണ്ട് ഡോട്ടർ സെൽസ്, അതായത് ജസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ഇൻ സൈസ് ആയിരിക്കും. പക്ഷേ കമ്പയർഡ് ടു ദ പേരൻറ്റ് ഓർഗാനിസം അവരുടെ സൈസ് സ്മോളർ ആയിരിക്കും. ദെൻ എഗെയിൻ ഈ ഡോട്ടർ സെൽസ് ഗ്രോ ചെയ്യുന്നു. വൺസ് മച്ചുവേർഡ് അവർ എഗെയിൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ഈ ബൈനറി ഫിഷൻ, ദാറ്റ് മീൻസ് ഡിവൈഡിങ് ഇൻറ്റു ടു. ഈ ബൈനറി ഫിഷന് നമുക്ക് യൂഷ്വലായിട്ട് എക്സാമ്പിൾസ് ബാക്ടീരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോസോവൻസ് ആയിട്ടുള്ള അമീബ, ലീഷ്മാനിയ, യുഗ്ലീന, പാരമീസിയം, ഇവരൊക്കെ ബൈനറി ഫിഷൻ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നിയേക്കാം, എപ്പോഴും ഈ സെൽ ഡിവിഷൻ, അതായത് ഈ ഫിഷൻ്റെ സമയത്ത് രണ്ടായിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അല്ല, ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് ഉണ്ടാകുന്ന ഡോട്ടർ സെൽസ് രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനെ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയും. മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം ഫോളോ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഫിഷനാണ്. അതായത് അവർ വൺസ് ഒരു ഡോർമൻ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് അവരുടെ ഔട്ടർ സെൽ മെംബ്രെയിൻ അതങ്ങ് കുറച്ച് കട്ടിയോടി ഒരു സിസ്റ്റ് ഫോം ചെയ്തിട്ട് അവരുടെ സൈറ്റോപ്ലാസത്തിനുള്ളിൽ മൾട്ടിപ്പിൾ ഫിഷൻ നടന്ന് ചിലപ്പോൾ തൗസൻഡ്സ് ഒക്കെ അത്രയും ഡോട്ടർ സെൽസിനെ ഫോം ചെയ്ത് വയ്ക്കും. ദെൻ എപ്പോഴാണോ അവർക്കൊരു ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാവുന്നത്, അപ്പോൾ അവർ ആ സിസ്റ്റിൻ്റെ സെൽ മെംബ്രെയിൻ റപ്ചർ ചെയ്തിട്ട് എല്ലാവരെയും റിലീസ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനാണ് ഫ്രാഗ്മെൻറ്റേഷൻ. സിമ്പിളായിട്ടുള്ള ബോഡി ഓർഗനൈസേഷനുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഫോളോ ചെയ്യുന്ന മെത്തേഡാണിത്. അപ്പോൾ ഇവർ വൺസ് മച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട്, അതായത് പല പല ചെറിയ പീസുകളായിട്ട് അങ്ങ് ബ്രേക്കപ്പ് ചെയ്യും. ദെൻ ഈ ഓരോ ചെറിയ പീസുകളും വീണ്ടും അവർ ഗ്രോ ചെയ്ത് മച്ചുവറാവും. ദെൻ അവർ മച്ചുവറായി കഴിഞ്ഞ് കഴിഞ്ഞാലോ എഗെയിൻ വീണ്ടും അവർ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇത് ഫോളോ ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ് സ്പൈറോഗൈറ. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ബാക്കിയുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്തുകൊണ്ട് ഫ്രാഗ്മെൻറ്റേഷൻ പോലെ സിമ്പിളായിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളത്. അതിനുള്ള ആൻസർ ഇതാണ്. നമ്മൾ പറഞ്ഞു, ഇത് ലോവർ ലെവൽ അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ബോഡി ഡിസൈനുള്ള ഓർഗാനിസംസ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഹയർ ലെവൽ ഓർഗാനിസം ആണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരേ ഫങ്ഷൻ ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് നമുക്ക് ടിഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഒരു ഓർഗൻ ആവുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഓർഗൻസിൻ്റെ കളക്ഷൻ, ഒരു ഓർഗൻ സിസ്റ്റം, അങ്ങനെയുള്ള പല ഓർഗൻ സിസ്റ്റംസ് എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ആകുന്നത്. അപ്പോൾ നമുക്കറിയാം പലതരം സെൽസാണ്.
അപ്പോൾ ശരിക്കും 1 2 ആവുക 2 4 ആവുക അങ്ങനെ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു പോയാൽ തന്നെ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഫ്രാഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ വെറും ഒരു ബൈനറി ഫിഷനോ കൊണ്ട് നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തെ റീകൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ ഓർഗൻസും ബോഡിയുടെ പല പാർട്സിലാണ് ഇരിക്കുന്നത്. ഓരോ പാർട്സിലും ഇരിക്കുന്ന ഓരോ ഓർഗൻസിനും അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഹയർ ലെവൽ ഓർഗാനിസത്തിന് ഇതുപോലെയുള്ള ലോവർ ലെവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ അടുത്ത മോഡ് പഠിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മളിപ്പോൾ ഫിഷൻ പഠിച്ചു, ഫ്രാഗ്മെൻറ്റേഷൻ പഠിച്ചു. ഇതെല്ലാം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിഷൻ ഒക്കർ ചെയ്യുന്നത് യൂണിസെല്ലുലർ ഓർഗാനിസങ്ങളിലാണ്. അതേസമയം ഫ്രാഗ്മെൻറ്റേഷൻ ആണെങ്കിലോ ലോവർ ലെവൽ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൽ. ദെൻ അതുപോലെ തന്നെ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാണ് 2ഓ അതിലധികമോ ആയിട്ട്, ആൻഡ് അഗെയിൻ കുറേ ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യാണ്. അതേസമയം ഫ്രാഗ്മെൻറ്റേഷൻ ആണെങ്കിലോ ഒരു ഓർഗാനിസം അത് മെച്ചുറേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോഡി പല ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാണ്, അല്ലാതെ സെല്ല് ഡിവൈഡ് ചെയ്യല്ല. ആൻഡ് അഗെയിൻ ഈ ഓരോ ഫ്രാഗ്മെൻറ്റ്സും ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഗ്രോ ചെയ്യാണ്. ദെൻ അതുപോലെ തന്നെ ഫിഷൻ എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ട് നടക്കുന്നതാണ്, അതായത് പർപ്പസ്ഫുള്ളി നടക്കുന്നതാണ്. അതേസമയം ഫ്രാഗ്മെൻറ്റേഷൻ ആണെങ്കിലോ ഇറ്റ് മൈറ്റ് ബി ഓർ മൈറ്റ് നോട്ട് ബി. അത് ഡെലിബറേറ്റ് ആയിട്ടും നടക്കാം, അതല്ല അൺഎക്സ്പെക്റ്റഡ്ലി ബ്രേക്ക് ആയി പോയതാണെങ്കിലും ഈ പറയുന്ന ഫ്രാഗ്മെൻറ്റേഷൻ നടക്കും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റീജനറേഷനാണ്. അതായത് ഫുള്ളി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഏതെങ്കിലും ഒരു കാരണവശാൽ കട്ടായി പോവുകയോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ പീസും വീണ്ടും ഓരോ പുതിയ ബാക്കി നഷ്ടപ്പെട്ടു പോയ ബോഡി പാർട്സ് ഒക്കെ വന്ന് വീണ്ടും എഗെയിൻ ആ ഒരു ഫുള്ളി ഡിഫറൻഷ്യേറ്റഡ് ഓർഗാനിസമായിട്ട് മാറാനായിട്ടുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് പ്ലനറിയ വാമും നമ്മളുടെ ഹൈഡ്രയൊക്കെ. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് അവരുടെ ബോഡി 2ആയിട്ട് കട്ടായി പോവുകയാണെങ്കിൽ അപ്പർ ബോഡിയിൽ ലോവർ പാർട്ട് റീജനറേറ്റ് ചെയ്ത് വരും, ആൻഡ് ലോവർ ബോഡിയിൽ അപ്പർ പാർട്ട് റീജനറേറ്റ് ചെയ്ത് വരും. ഇപ്പോൾ നമ്മുടെ പ്ലനറിയ വേമിൻ്റെ ഒക്കെ റീജനറേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1/279 ആണെന്ന് പറയും. അതായത് ആ ഒരു വേമിനെ 279 പീസസ് ആക്കി ഇട്ടാലും ആ 279 പ്ലനറിയ വാംസ് റീജനറേറ്റ് ചെയ്ത് വരുമെന്നാണ് പറയാം. ഇവിടെയും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ക്രിയേറ്റിംഗ് എ ന്യൂ ലൈഫാണ്. പക്ഷേ ഈ റീജനറേഷൻ്റെ കേസിലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഹൗ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അത് മേക്കപ്പ് ചെയ്തെടുക്കുകയാണ്. അതായത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ക്യൂറിങ് ഓർ ഹീലിംഗ്. സോ നമുക്ക് റീജനറേഷനെ എക്സാക്ട്ലി സെയിം ആസ് എ റീപ്രൊഡക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഡ്ഡിംഗ് ആണ്. ഒരു സ്പെസിഫിക് സൈറ്റിൽ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ കാരണം ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. ദെൻ ആ ഔട്ട് ഗ്രോത്ത് വീണ്ടും ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു ടൈനി ഓർഗാനിസം, അതായത് ആ പേരൻ്റ് ഓർഗാനിസത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ടൈനി ഓർഗാനിസമായിട്ട് മാറിക്കഴിഞ്ഞിട്ട് അത് പേരൻറ്റിൻ്റെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറി എഗെയിൻ അത് ഗ്രോ ചെയ്ത് അടുത്ത ഓർഗാനിസമായിട്ട് മാറുന്ന ആ ഒരു തരം റീപ്രൊഡക്ഷനെയാണ് നമ്മൾ ബഡ്ഡിംഗ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രയും ഈസ്റ്റും ഒക്കെ. ഇവിടെയും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ഡിംഗ് ആൻഡ് ഫിഷൻ? ഫിഷനിൽ ഉണ്ടാകുന്ന നമ്മളുടെ ഡോട്ടർ സെൽസ്, അതായത് പിന്നെ പേരൻ്റ് ഇല്ല, 2 ഡോട്ടർ സെൽസ് മാത്രമേ ഉള്ളൂ. ആൻഡ് അഗെയിൻ പേരൻറ്റ് സെൽസിനെക്കാട്ടിലും ചെറിയ 2 ഡോട്ടർ സെൽസ്. പക്ഷേ ഈ 2 ഡോട്ടർ സെൽസിൻ്റെയും സൈസ് സെയിം ആയിരിക്കും. അതേസമയം ബഡ്ഡിങ്ങിൻ്റെ അവിടെയോ ഒരു പേരൻ്റ് ഉണ്ട്, ദെൻ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഓസ്പ്രിംഗും ഉണ്ട്. ആൻഡ് അഗെയിൻ ഇത് 2ൻ്റെയും സൈസ് തമ്മിൽ വ്യത്യാസമുണ്ട്. പേരൻ്റ് ആ സച്ച് ബിഗായിട്ട് നിൽക്കും, ദെൻ അതിൻ്റെ ഒരു ടൈനി വേർഷനായിരിക്കും അതിൻ്റെ ഓസ്പ്രിംഗ് എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് ആയിട്ടുള്ള ഫിഷനെ കുറിച്ചും ഫ്രാഗ്മെൻറ്റേഷനെ കുറിച്ചും റീജനറേഷനെ കുറിച്ചും ബഡ്ഡിങ്ങിനെ കുറിച്ചുള്ള ഈ ലെസൺ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ലെക്ചേഴ്സിൽ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ടിഷ്യൂ കൾച്ചറും സ്പോർ ഫോർമേഷനും കാണാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.